ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്റ്റാറിൻ്റെ ഡൈവർട്ടറാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. സ്റ്റാർ എന്ന കമ്പനിയുടെ ഡൈവർട്ടർ അവർ ഇറക്കുന്നുണ്ട്. അതിൻ്റെ ഡൈവർട്ടർ സിസ്റ്റം നമുക്കൊന്ന് പരിചയപ്പെടാം. ഹൈ ഫ്ലോ സിസ്റ്റമാണ്. അതിൻ്റെ വാറൻറ്റി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, കമ്പനി പറയുന്നുണ്ട്. അതായത് കുറച്ചുകൂടി നല്ലൊരു മോഡൽ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ ഇതിൻ്റെ ലിവർ വ്യത്യാസമുണ്ട്. സാധാരണ ജാഗുറൊക്കെ വരുന്ന പോലെ തന്നെ ഒരു പഞ്ചിങ് ടൈപ്പ് അല്ല വരുന്നത്. നമുക്ക് നോക്കാം ജസ്റ്റ് ഒന്ന്. അത് കൺസീൽഡ് ബ്ലൂസ് വരുന്നത് ഹൈ ഫ്ലോർ വരുന്നത്. അതായത് നമുക്കൊരു ചെറിയ ഹൈറ്റ് ഒരു നോർമൽ ഹൈറ്റ് ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പ്രഷർ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് സ്റ്റാർ അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ MRP കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. MRP കൊടുക്കുന്നത് 4917 കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് വരുന്നുണ്ട്. നമുക്ക് ഡൈവർട്ടർ ഒന്ന് ചെക്ക് ചെയ്യാം. ഡൈവർട്ടർ ആദ്യമേ നമുക്ക് നോക്കാം. പാക്കിംഗ് ഒക്കെ പക്കയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റാർ നന്നായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്, ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി ശരിക്കും നല്ല മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡ്രാസിൻ്റെ മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റാർ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ്, കോൾഡ് വാട്ടർ, ഹോട്ട് വാട്ടർ, ഷവർ, സ്പൗട്ട് ഇതെല്ലാം കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഇതതിൻ്റെ ജസ്റ്റ് അത് കൺസീൽഡ് ചെയ്യുന്നതിന് മുന്നേ, അത് കൺസീൽഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സിമൻറ്റ് കാര്യങ്ങളൊന്നും വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ഒരു കവറിങ് ആണത്. ആ കവറിങ് കവറിങ് എടുത്ത് മാറ്റരുത്. ഓൾറെഡി നമ്മൾ ഫിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഫിറ്റിങ് കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം നമ്മളത് അങ്ങനെ തന്നെ ഫിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ ഓൾറെഡി നമ്മൾ സിമൻറ്റ് കാര്യങ്ങളൊന്നും ആവാതിരിക്കാൻ വേണ്ടി കമ്പനി തന്നിരിക്കുന്ന ഓപ്ഷനാണ്. അത് ഫിനിഷിങ് സ്റ്റേജിൽ മാത്രം എടുത്ത് മാറ്റും. പിന്നെ ഇതിൻ്റെ മാർക്കിങ് നമുക്കൊന്ന് നോക്കാം. അതായത് ഡൈവർട്ടർ പിടിക്കേണ്ട സിസ്റ്റം എന്ന് വെച്ചാൽ ഡൈവർട്ടർ എങ്ങനെ ഉറപ്പിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ഉണ്ട വരുന്ന ഭാഗമില്ലേ, അത് താഴേക്കും മറ്റേ ഷവറിൻ്റെ ചെറിയ സ്പോട്ട് വരുന്ന ചെറിയ ലിവർ വരുന്നത് മുകളിലേക്കുമായിട്ടാണ് വയ്ക്കുന്നത്. അതായത് കറക്റ്റായി മാർക്ക് ചെയ്തിരിക്കുന്ന SHR എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഷവർ അത് മുകളിലേക്കാണല്ലോ വരുന്നത് ഷവർ. അപ്പോൾ അത് ആ ലെവലിൽ പിടിക്കണം. ഇത് താഴേക്കും മറ്റു വശം മുകളിലേക്കുമായിട്ട് പിടിച്ചതിന് ശേഷം റൈറ്റ് സൈഡ് ആയിരിക്കണം എപ്പോഴും നമ്മുടെ സാധാരണ പച്ചവെള്ളം ഉപയോഗിക്കുന്നത്. അതായത് കോൾഡ് വാട്ടർ എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ C എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. റൈറ്റ് സൈഡ് എപ്പോഴും C എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടോ, നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കും. അതിൻ്റെ അകത്തുണ്ട് മാർക്കിങ് കാണാം. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അതിൻ്റെ അകത്തുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് സൈഡ് എപ്പോഴും നമ്മൾ പച്ചവെള്ളം കണക്ട് ചെയ്തു. ലെഫ്റ്റ് സൈഡ് എപ്പോഴും ചൂടുവെള്ളം. കണ്ടോ, ആ C എന്ന് മാർക്ക് ചെയ്തതെന്ന് വെച്ച് കണ്ടോ, അതിൻ്റെ സ്റ്റാർ എന്ന് മാർക്ക് ചെയ്തതിന് അവിടെ C എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നു. അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കോൾഡ് വാട്ടറാണ്. ഈ സൈഡ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ലെഫ്റ്റ് സൈഡ് ഉദ്ദേശിക്കുന്നത് ചൂടുവെള്ളവും, മുകളിലേക്ക് നമ്മൾ ഷവറും, SHR എന്ന് എഴുതിയ ഷവറും, താഴേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്പൗട്ട്, SPT എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടാവും. അത് സ്പൗട്ടുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 4 ഓപ്ഷൻ ആയി കഴിഞ്ഞു. അതായത് തണുത്ത വെള്ളം, ചൂടുവെള്ളം, മുകളിലേക്ക് ഷവർ, താഴേക്ക് സ്പൗട്ട്, നമുക്ക് ചെറിയൊരു ടാപ്പിൻ്റെ ഓപ്ഷൻ. ആ ലിവറാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു വെറൈറ്റി. സാധാരണ ജാഗൂറിലൊക്കെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പുഷിംഗ് ബട്ടറാണ് വരുന്നത്. ഇത് വരുന്നത് നമ്മുടെ സാധാരണ ഷവർ പോലെ തന്നെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ സെപ്പറേറ്റ് ഒരു വാൽവ് വെച്ചിട്ട് നമുക്ക് തിരിക്കുന്ന ഓപ്ഷനാണ് വരുന്നത്. റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും തിരിക്കുന്ന ഓപ്ഷനാണ് വരുന്നത്. അതായത് കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി കുറവായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഇത് അതുകൊണ്ട് തന്നെ നമുക്ക് ജാഗൂറിലൊക്കെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പുഷിംഗ് ബട്ടണാണ്. പുഷിംഗ് ബട്ടൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹൈ ഫ്ലോ, ആ ഫ്ലോ കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് ആ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ബട്ടൺ അവിടെ ഇരിക്കില്ല. അത് ജസ്റ്റ് ഒരു വലിയൊരു കംപ്ലയിൻ്റ് ആയിട്ട് തന്നെയാണ് വരുന്നത്. പക്ഷേ എന്നാൽ ഹൈ ഫ്ലോ ഉണ്ടെങ്കിൽ നോ പ്രോബ്ലം, പ്രശ്നങ്ങളൊന്നുമില്ല. ഈ മെറ്റീരിയൽ നമ്മൾ ഈ ബ്രാസിൻ്റെ MTA ആണ് നമ്മൾ ഇതിനകത്ത് ടൈറ്റ് ചെയ്യുന്നത്. ഈ ബ്രാസിൻ്റെ MTA 4 സ്ഥലങ്ങളിലും ടെഫ്ലോണും ഷെല്ലാക്കി വിട്ടതിന് ശേഷം ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് CPSയുടെ പൈപ്പ് കണക്ട് ചെയ്താണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുക തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.